കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്നേക്ക് 31 വർഷം. ജീവിതാനുഭവങ്ങളുടെ കരുത്തിൽ സമൂഹത്തിന് നേരെയുള്ള വിമർശനങ്ങളായി പെയ്തിറങ്ങുകയായിരുന്നു ബഷീറിന്റെ ഓരോ കഥയും കഥാപാത്രങ്ങളും. ജീവിതത്തിൽ എന്ന പോലെ സാഹിത്യത്തിലും വിപ്ലവകാരിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അനുഭവങ്ങളുടെ കരുത്തിൽ നെയ്തെടുത്ത കഥകളിലൂടെ സാധാരണക്കാരുടെ സ്വന്തം എഴുത്തുകാരനായി മാറുകയായിരുന്നു ബഷീർ. സ്വാതന്ത്ര്യ സമരാനുഭവങ്ങൾ, ജയിൽവാസം, വിവിധ വേഷം കെട്ടലുകൾ, സൂഫിമാരുടെ കൂടെയുള്ള സഞ്ചാരം, അങ്ങനെ തൻ്റെ കഥാപാത്രങ്ങളെയും കഥാപരിസരങ്ങളെയും തേടിയുള്ള തീർത്ഥാടനങ്ങൾക്കൊടുവിലാണ് ബഷീർ മലയാള സാഹിത്യത്തിൽ സ്വന്തമായൊരു ചാരുകസേര വലിച്ചിട്ടിരുന്നത്. കടിച്ചാൽ പൊട്ടാത്ത വ്യാകരണ സിദ്ധാന്തം കീറിയെറിഞ്ഞ് ആനവീമ്പ് പോലെ ബഷീറിയൻ സ്റ്റൈലിൽ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ മലയാളികൾക്ക് വായിക്കാതിരിക്കാനായില്ല. അവരൊക്കെ അധികാരം അല്ലെങ്കിൽ ആ തൊപ്പിയോ പോകുമ്പം പിന്നെ വിസ്മൃതിയിൽ, സാധാരണക്കാരിൽ കഷ്ടത്തിൽ വിസ്മൃതിയായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ 31 വർഷമായിട്ടും നിങ്ങളൊരാളെ തേടിപ്പോകണമെങ്കിൽ അയാളിൽ എന്തൊരു പ്രത്യേകത ഉണ്ടാണല്ലോ, അതെന്താണെന്ന് കണ്ടുപിടിക്കലാണ് മലയാളി നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു, നിങ്ങളെപ്പോഴത്തെ ആൾക്കാർക്ക് ഞാൻ തരുന്നത്. കറുത്തിരുണ്ട് വിരൂപയായ നായിക, ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകനായ നായകൻ, എൻ്റെ തങ്കത്തിലെ കഥാപാത്രങ്ങളുടെ ആവിഷ്കാരത്തിൽ തന്നെ ബഷീറിയൻ നയം വ്യക്തമായിരുന്നു. പാത്തുമ്മ, ഒറ്റക്കണ്ണൻ പോക്കർ, മണ്ടൻ മുത്താപ്പ, സാറാമയും കേശവൻ നായരും, ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ, എട്ടുകാലി മമ്മൂഞ്ഞ് തുടങ്ങി ബഷീറിൻ്റെ കഥാപാത്രങ്ങളിലെല്ലാം തന്നെ രൂക്ഷമായ ആക്ഷേപഹാസ്യവും സാമൂഹ്യ വിമർശനങ്ങളും വെളിച്ചത്തിനെന്ത് വെളിച്ചമെന്ന പോലെ തെളിഞ്ഞു നിന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, പത്മശ്രീ പുരസ്കാരം, മുട്ടത്ത് വർക്കി അവാർഡും വള്ളത്തോൾ അവാർഡും. എന്നാൽ ലഭിച്ച പുരസ്കാരങ്ങളിലല്ല മലയാളിയുടെ ജനകീയനായ എഴുത്തുകാരൻ എന്നത് തന്നെയാണ് ബേപ്പൂർ സുൽത്താൻ്റെ പകിട്ടേറ്റുന്നത്. കാലമേറെ കഴിഞ്ഞിട്ടും എത്ര തവണ വായിച്ചിട്ടും മലയാളിക്ക് ആ ബഷീറിയൻ ചപ്ലാച്ചി ഭാഷയോടുള്ള പ്രണയം തീരുന്നേയില്ല. എം രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.